ഹായ് എവറിബഡി. കഴിഞ്ഞ സെഷനിൽ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ തന്നാൽ അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ 3 ടൈപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ 2 ടൈപ്പ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റും അതേപോലെ റേറ്റും തന്നാൽ എങ്ങനെ നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാം. രണ്ടാമത്തത് റിയാക്ഷൻ മെക്കാനിസം തന്നാൽ എങ്ങനെ ഓർഡർ കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ആക്ച്വലി ഹാഫ് ലൈഫാണ് തരുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ഓർഡർ കണ്ടുപിടിക്കാം എന്നുള്ളത്. ഇനി ഹാഫ് ലൈഫിനെ കുറിച്ച് പറയുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് സീറോ ഓർഡറിൻ്റെയും ഫസ്റ്റ് ഓർഡറിൻ്റെയും സ്പെസിഫിക്കലി നമുക്ക് എടുത്തു പറയണം. അതിനുശേഷം നമുക്ക് ഈ ഹാഫ് ലൈഫിലേക്ക് വരാം. നമുക്ക് ആദ്യം സീറോ ഓർഡർ റിയാക്ഷൻ ഒന്ന് നോക്കാം. സീറോ ഓർഡർ റിയാക്ഷൻ, ഓക്കെ. അതായത് എ ഗിവ്സ് ബി എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആണെന്ന് വിചാരിക്കുക, വിച്ച് ഇസ് സീറോ ഓർഡർ. ഇതിൻ്റെ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, റേറ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാം അല്ലേ. സിംപ്ലി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി എ ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും, ഓക്കെ. അല്ലെങ്കിൽ റേറ്റ് ലോ എക്സ്പ്രഷൻ പ്രകാരവും നമുക്ക് റേറ്റ് എഴുതാൻ പറ്റും. അതായത് ലെറ്റ്സ് സേ ഞാൻ പറഞ്ഞായിരുന്നു അറ്റ് ടൈം ടി ഇസ് ഈക്വൽ ടു സീറോ. ഇതെന്തായിരുന്നു? എ സീറോ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. എ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ബിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? സീറോ ആയിരിക്കും. ബിയുടെ കോൺസെൻട്രേഷൻ സീറോ ആയിരിക്കും. അതായത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനി അറ്റ് ടി ഇസ് ഈക്വൽ ടു ടി എന്ത് സംഭവിക്കും? നോക്കൂ, ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ എന്താവും? കോൺസെൻട്രേഷൻ എന്തായാലും റിയാക്റ്റൻറ്റിൻ്റെ കുറയും. അതായത് എക്സ് കോൺസെൻട്രേഷൻ കുറയുമെന്ന് വിചാരിക്കുക. എക്സ് എന്ന് ഞാൻ പറയുന്നത് എന്താണ്? ഡിസോസിയേറ്റഡ് കോൺസെൻട്രേഷനെയാണ് ഞാൻ മീൻ ചെയ്യുന്നത്. ഡിസോസിയേറ്റഡ് കോൺസെൻട്രേഷൻ. എ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി എ സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അങ്ങനെയാകുമ്പോൾ ബി എത്രയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാകുക? എക്സ് കോൺസെൻട്രേഷനിൽ ബി ഫോം ചെയ്തിട്ടുണ്ടാവും. ഈ എ സീറോ മൈനസ് എക്സിനെ, ഓക്കെ, ഈ എ സീറോ മൈനസ് എക്സിനെ എനിക്ക് അല്ലെങ്കിൽ എങ്ങനെ വിളിക്കാം? കോൺസെൻട്രേഷൻ ഓഫ് എ അറ്റ് ടൈം ടി എന്ന് എനിക്ക് വിളിക്കാം, ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അതായത് ടി ഈസ് ഈക്വൽ ടു സീറോയിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിരുന്നു എ സീറോ. അറ്റ് ടി ഈസ് ഈക്വൽ ടു ടിയിൽ ടൈം ടിയിൽ കുറച്ച് കോൺസെൻട്രേഷൻ എന്തായി? ഡിസോസിയേറ്റ് ചെയ്യപ്പെട്ടു. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചു കൊണ്ടുവരുന്നത്? എക്സ് എന്ന് പറയുന്നത്. എ സീറോ മൈനസ് എക്സ്. അപ്പോൾ ബി എത്രയായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക? എക്സ് ഫോം ചെയ്തിട്ടുണ്ടാവും, ഓക്കെ. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ നമ്മുടെ റേറ്റ് ലോ ഇക്വേഷൻ പ്രകാരം, റേറ്റ് ലോയിൽ നമ്മൾ റേറ്റ് എങ്ങനെ കണ്ടുപിടിച്ചായിരുന്നു? റേറ്റ് ലോ ഇക്വേഷൻ പ്രകാരം റേറ്റ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്. റേറ്റ് ഇസ് ഈക്വൽ ടു ഓർ പ്രപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് അറ്റ് ടൈം ടി. അറ്റ് ടൈം ടി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണോ? അല്ല, അറ്റ് ടൈം ടി ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓർഡർ എന്തായിരുന്നു? ഓർഡർ സീറോ ആണ്. അതുകൊണ്ട് നമുക്ക് സീറോ എന്ന് എഴുതാം. അതായത് വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻ ടു എ ടി റേസ് ടു സീറോ എന്ന് നമുക്ക് എഴുതാം. അതായത് റേറ്റ് ഇസ് ഈക്വൽ ടു വോട്ട്? റേറ്റ് ഇസ് ഈക്വൽ ടു കെ. അതായത് അല്ലെങ്കിൽ ഈ കെ എന്തായിരുന്നു? റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം റേറ്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ എന്താണ്? റേറ്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. നോക്കണേ, ഈ പോയിന്റ് ഒക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഞാൻ പിന്നെയും പറയുകയാണ്, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഓക്കെ. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് റേറ്റിൻ്റെത്. ഇതാ ഇവിടെ റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി എ ബൈ ഡി ടി എന്നും കിട്ടിയിട്ടുണ്ട്. അതേപോലെ റേറ്റ് ഇസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലും നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കും. എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞതുപോലെ 2 ഇക്വേഷൻ ഉണ്ടല്ലേ. റേറ്റ് ഇസ് ഈക്വൽ ടു കെ എന്നും അല്ലെങ്കിൽ റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി എ ബൈ ടി ടി. അപ്പോൾ എനിക്ക് സിംപ്ലി ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ലേ? നോക്കിയേ, മൈനസ് ഡി എ ബൈ ഡി ടി രണ്ടും എന്താണ്? റേറ്റിൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ്. ഇസ് ഈക്വൽ ടു കെ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ദിസ് ഇസ് പെർട്ടിക്കുലർലി നമ്മൾ എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? സീറോ ഓർഡർ റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്, ഓക്കെ. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എ ഇസ് ഈക്വൽ ടു കെ ഡി ടി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി ഞാൻ ഇവിടെ എഴുതിയിരുന്നു ഇൻറ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഓക്കെ. ഈ ടൈം എവിടെ നിന്ന് എവിടുത്തെ വരെയാണ്? സീറോ ടു ടി. നോക്കിയേ, ഞാൻ ആദ്യം ഇതിനാണിത് പറഞ്ഞത്. സീറോ ടു ടിയിലേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ അപ്പോൾ ഇവരുടെ കോൺസെൻട്രേഷൻ എന്തായിരുന്നു? നോക്കിയേ, സീറോയിൽ എൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരുന്നു? എ സീറോ ആയിരുന്നു. അറ്റ് ടൈം ടിയിൽ എൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരുന്നു? എ ടി ആയിരുന്നു. എ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സീറോ മൈനസ് എക്സ്. ഇതിവിടെ ഉണ്ട്. എ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
A0 minus X, where X is the dissociated concentration. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. അങ്ങനെയായല്ലോ. അങ്ങനെയാണെങ്കിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? മൈനസ്, ഈ മൈനസിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ എന്ത് കിട്ടും? AT മൈനസ് A0 ഇസ് ഈക്വൽ ടു മൈനസ് KT എന്നെനിക്ക് കിട്ടും. അല്ലെങ്കിൽ സിംപ്ലി എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എനിക്ക് റേറ്റ് കോൺസ്റ്റൻറ്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് അല്ല, സോറി, കെയുടെ വാല്യൂ എന്ത് കിട്ടും? സിംപ്ലി ഈ നെഗറ്റീവ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് A0 മൈനസ് AT ബൈ T എന്നെനിക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ A0 മൈനസ് AT എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ദാറ്റ് റെപ്രസെൻറ്റ് വോട്ട് K ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടി എന്നെനിക്ക് എഴുതാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അതായത് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ രണ്ട് ഇക്വേഷൻസ് ഏതൊക്കെയാണ്? സോറി, ഐ മെസ്ഡ് ഇറ്റ് അപ്പ്. ഓക്കെ, ഏതൊക്കെയാണ് നോക്കൂ. A0 മൈനസ് AT ബൈ ടി എന്നും അതേപോലെ K ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടി. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് ഉണ്ടാവും, നമുക്ക് നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഹാഫ് ലൈഫ് പോലും നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോക്കൂ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫോർ എ റിയാക്ഷൻ A to B തന്നിരിക്കും, സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിരിക്കും. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ കോൺസെൻട്രേഷൻ, ഇനീഷ്യലും ഫൈനലും എത്രയാണ്? 0.9 കൊടുത്തിട്ടുണ്ട്, 0.3 കൊടുത്തിട്ടുണ്ട്. അതായത് ബേസിക്കലി വാട്ട് ദേ ഹാവ് ഗിവൺ ഈസ് A0 എത്രയാണ്? 0.9 ആണ്. AT അതാണ് നമ്മുടെ ഫൈനൽ കോൺസെൻട്രേഷൻ അറ്റ് ടൈം T എത്രയാണ്? 0.3 ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? K ഇസ് ഈക്വൽ ടു A0 മൈനസ് AT ബൈ ടി. അപ്പോൾ സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? A0 മൈനസ് AT ബൈ ടി കൊടുത്താൽ മതി, വിച്ച് ഇസ് 0.9 മൈനസ് 0.3 എത്ര വരും? 0.6 ബൈ 6 എന്ന് വരും, വിച്ച് ഇസ് ബേസിക്കലി എന്താണ്? 0.1 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം തന്നേ ഉള്ളൂ. ഇനി നമുക്ക് സംസാരിക്കേണ്ടത് ഹാഫ് ലൈഫ് പീരീഡിനെ പറ്റിയാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഹാഫ് ലൈഫിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വോട്ട്? കംപ്ലീറ്റ് 50% ഓഫ് റിയാക്ഷൻ. 50% ഓഫ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഇവിടെ എന്തായിരിക്കും നടക്കുക? ഈ റിയാക്റ്റൻറ്റിൻ്റെ ഡിസോസിയേഷൻ ആണ്, അല്ലെങ്കിൽ ഡിസോസിയേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ, 50% ഡിസോസിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വിളിക്കുന്നത്. റെപ്രസെൻ്റ് ചെയ്യുന്നത് T ഹാഫ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ലെറ്റ്സ് സേ A to B എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്തായിരുന്നു? ഒരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പോൾ ടൈം T ഇസ് ഈക്വൽ ടു സീറോയിൽ ഇവരുടെ കോൺസെൻട്രേഷൻ എന്തായിരുന്നു? A0 കോൺസെൻട്രേഷൻ ആയിരുന്നു. അപ്പോൾ ബീഡിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഓഫ് കോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഇവിടെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഹാഫ് ലൈഫ് ആണ്, വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് T ഇസ് ഈക്വൽ ടു T ഹാഫിൽ. അപ്പോൾ T ഹാഫിൽ എന്തായിരിക്കും? ഇവരുടെ 50% റിയാക്ഷൻ എന്തായിരിക്കും? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് ഇതെന്തായി മാറും? A0 ബൈ 2 ആവും. അതായത് അറ്റ് T ഇസ് ഈക്വൽ ടു T ഹാഫിൽ റിയാക്റ്റൻ്റ് എന്താവും? പകുതിയാവും, A0 ബൈ 2 ആവും. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ഇപ്പോൾ കണ്ടായിരുന്നു, അതായത് K ഇസ് ഈക്വൽ ടു A0 മൈനസ് AT ബൈ എന്തായിരുന്നു? T എന്നുള്ള രീതിയിൽ. ഇവിടെ ഇപ്പോൾ ഈ T എന്താണ്? റൈറ്റ് നൗ ദ T ഈസ് വോട്ട്? T ഹാഫ് അല്ലേ? ആൻഡ് AT എന്ന് പറഞ്ഞാൽ എന്താണ്? AT ഈസ് ആക്ച്വലി A0 ബൈ 2 ആണ് അല്ലേ? പകുതി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? യെസ്. അപ്പോൾ K ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? K ഇസ് ഈക്വൽ ടു A0 മൈനസ് AT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? AT എന്ന് പറഞ്ഞാൽ A0 ബൈ 2 ആണ്. A0 ബൈ 2 ഡിവൈഡഡ് ബൈ എന്ത് വരും? T ഹാഫ് എന്ന് വരും. നമുക്ക് T ഹാഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഇസ് T ഹാഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? A0 ബൈ 2K എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിളായിട്ട് കിട്ടുമല്ലോ? യെസ്, സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ സീറോ ഓർഡറിൻ്റെ T ഹാഫ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയത്? അല്ലെങ്കിൽ സിംപ്ലി ഞാൻ റേറ്റ് എഴുതുകയാണ്. റേറ്റ് ഇസ് ഈക്വൽ ടു K AT⁻0 എന്നായിരുന്നു എഴുതിയത്. അതായത് നമ്മുടെ റേറ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല. നമ്മുടെ സീറോ ഓർഡർ റിയാക്ഷൻ, ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ
റേറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ. പക്ഷേ ഇവിടെ നോക്കിയേ, യെസ്, ടി ഹാഫ് എന്താണ്? ടി ഹാഫ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? റേറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വാട്ട്? കോൺസെൻട്രേഷൻ. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ കോൺസെൻട്രേഷൻ. ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണല്ലേ. ഇവിടെ നോക്കിയാൽ ഫോർ സീറോ ഓർഡർ റിയാക്ഷനിൽ റേറ്റ് എന്ത് ചെയ്യുന്നില്ല? കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ടി ഹാഫ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, ഇത്രയും പറഞ്ഞത് ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് അല്ലേ, ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനി റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, വിച്ച് ഇസ് ബേസിക്കലി A0 മൈനസ് AT/T എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, വേർ A0 എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇതിനെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? യെസ്, X/T എന്നും എനിക്ക് എഴുതാൻ പറ്റും. ആൻഡ് X എന്താണ്? ബേസിക്കലി ഡിസോസിയേറ്റഡ് കോൺസെൻട്രേഷൻ ആണ് അല്ലേ, ഡിസോസിയേറ്റഡ് കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് AT എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ അറ്റ് ടൈം ടി എന്നും എനിക്ക് എഴുതാൻ പറ്റും. ഇനി ഫൈനലി ഞാൻ എന്തും കൂടെ എഴുതിയായിരുന്നു? ടി ഹാഫ് ഇസ് ഈക്വൽ ടു എന്താണ് ഞാനിവിടെ എഴുതിയത്? യെസ്, ടി ഹാഫ് ഇസ് ഈക്വൽ ടു A0/2K എന്നും ഞാൻ എഴുതിയായിരുന്നു, നമ്മുടെ ഹാഫ് ലൈഫ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. ഇവിടെ നോക്കിക്കോളെ. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു A0/2K എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 50% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 50% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് എത്ര ടൈം എടുത്തു? ഒരു ടി ഹാഫ് ടൈം എടുത്തു അല്ലേ. ഐ ടുക്ക് എത്ര ടി ഹാഫ് ആണ്? 50% ഓഫ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്തെടുത്തു? ഒരു ടി ഹാഫ് ആണ് എടുത്തത്. ഇനി ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങളൊന്ന് നോക്കിയേ, റേറ്റ് ഓഫ് റിയാക്ഷൻ, ഇവിടുത്തെ ഈ സീറോ ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണല്ലേ. അതായത് ഇവർ ചേഞ്ച് ചെയ്യോ? കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്ത് ഇവർ ചേഞ്ച് ചെയ്യോ? ഇല്ല, ഇവരെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആണ്. അതായത് എത്ര റേറ്റിൽ, അതായത് ബേസിക്കലി എത്ര റേറ്റിൽ ആദ്യത്തെ 50% റിയാക്ഷൻ കംപ്ലീറ്റ് ആയോ അത്രയും റേറ്റ് തന്നെ അടുത്ത 50% റിയാക്ഷനും കംപ്ലീറ്റ് ചെയ്യും. വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് 100% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടി ഹാഫ് വേണ്ടി വരും? 2 ടി ഹാഫ് വേണ്ടി വരും. 2 ടി ഹാഫ് ഉണ്ടെങ്കിൽ 100% റിയാക്ഷനും കംപ്ലീറ്റ് ചെയ്യും. നോക്കിക്കോണേ, എന്താ പറഞ്ഞത്? നോക്കൂ, 50% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്താണ്? ഒരു ടി ഹാഫ് ടൈമിൽ 50% റിയാക്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതൊരു റേറ്റിൽ നടന്നിട്ടുണ്ടാവില്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഈ റേറ്റ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അടുത്ത 50%ഉം എന്ത് ചെയ്യും? ഇതേ റേറ്റ് തന്നെ നടക്കും. ഓക്കെ, റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 50% ആദ്യത്തെ 50%ൽ നടന്ന അതേ സ്പീഡിൽ അതേ റേറ്റ് തന്നെ അടുത്ത 50% റിയാക്ഷനും നടക്കും. വിച്ച് മീൻസ് ദാറ്റ് 100% റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കണമെങ്കിൽ എത്ര ടൈം ആയിരിക്കും? 2 ടി ഹാഫ് കൊണ്ട് റിയാക്ഷൻ 100% കംപ്ലീറ്റ് ആവും. ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം, നോക്കൂ. ഫോർ എ ഗിവൺ റിയാക്ഷൻ A to B, if 50% റിയാക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ 20 മിനിറ്റ്, കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ഫോർ 100%. അപ്പോൾ എന്തായിരിക്കും? നിങ്ങൾ സിംപ്ലി എന്താണ് 2 ടി ഹാഫ് എടുത്താൽ മതി. ഓഫ് കോഴ്സ് ഇതെന്തായിരിക്കണം? സീറോ ഓർഡർ റിയാക്ഷൻ ആയിരിക്കണം. ഓക്കെ, ദിസ് ഇസ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. 2 ടി ഹാഫിൽ 100% റിയാക്ഷനും എന്താവും? കംപ്ലീറ്റ് ആവും. വിച്ച് ബേസിക്കലി മീൻസ് ദാറ്റ് വാട്ട്? 40 മിനിറ്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. ഇനി നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നോക്കി കാണേണ്ടത്. നോക്കൂ, ഇവിടെ നമ്മൾ 2-3 റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ലെറ്റ്സ് സേ റേറ്റ് ഇസ് ഈക്വൽ ടു K എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കോൺസെൻട്രേഷൻ, ഞാൻ എക്സ് ആക്സിസിൽ എന്തെടുക്കുകയാണ്? കോൺസെൻട്രേഷൻ. സീറോ ഓർഡർ ആകുമ്പോൾ ബേസിക്കലി A⁻0 എന്നല്ലേ വരിക. കോൺസെൻട്രേഷൻ വേഴ്സസ് റേറ്റ് ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ വാല്യൂ എന്തായിരിക്കും? 1 ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ റേറ്റ് വേഴ്സസ് കോൺസെൻട്രേഷൻ ഗ്രാഫ് എനിക്ക് എങ്ങനെ കിട്ടുക? യെസ്, ഓഫ് കോഴ്സ് എനിക്ക് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അതായത് ഈ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എനിക്ക് കിട്ടുക. ഈ വാല്യൂ ആണ് ബേസിക്കലി എന്ത്? ദിസ് ഇസ് മൈ K എന്ന്
എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് വളരെ എളുപ്പമാണല്ലോ. രണ്ടാമത്തെ ഗ്രാഫ് എങ്ങനെയായിരിക്കും നോക്കിയേ നിങ്ങൾ. യെസ്, നോക്കിക്കോളൂ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാം, ടി ഹാഫ് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് വരക്കാം. ടി ഹാഫ് എന്തായിരുന്നു? A0/2K ആയിരുന്നു അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഞാൻ ഇവിടെ എടുക്കുന്നു. ഇതെന്ത് ചെയ്യുന്നു, ടി ഹാഫ് എന്ന് ഞാൻ എടുക്കുന്നു. ബേസിക്കലി ഇതൊരു y = mx+c എന്ന് പറയുന്ന രീതിയിലുള്ള ഇക്വേഷനാണ്. y എന്താണ്? ടി ഹാഫ് ആണ്. എക്സ് എന്താണ്? എക്സ് A0 ആണ്. സ്ലോപ്പ് എന്താണ്? 1/2K ആണ്. ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് സിംപ്ലി ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മുടെ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് = 1/2K എന്ന് വരും അല്ലേ. എം എന്ന് പറയുന്നത് വാല്യൂ എന്താണ്? എമ്മിൻ്റെ വാല്യൂ 1/2K ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഗ്രാഫും കൂടെ ഉണ്ട്. ആ ഗ്രാഫും കൂടെ നമുക്കൊന്ന് നോക്കാം. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിതായിരുന്നു, K = A0 - AT/T. ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമും ATയുമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ AT = A0 - KT എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓൾറൈറ്റ്, അപ്പോൾ AT y = അഗെയിൻ mx+c എടുത്താൽ മതി. അതിനാകുമ്പോൾ ഇതാ y = mx+c എന്നുള്ള രീതിയിലായിരിക്കും ഈ ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും, വിച്ച് ഇസ് -K. ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? A0 ആയിരിക്കും. അപ്പോൾ എൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും അല്ലേ. ദിസ് ഇസ് മൈ ഇൻ്റർസെപ്റ്റ് വിച്ച് ഇസ് A0. സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പിൻ്റെ വാല്യൂ വരുന്നത് -K ആയിരിക്കും. ഓക്കെ, -K. ഓക്കെ, ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടി ഹാഫ് വേഴ്സസ് A0 ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ ടി ഹാഫ് = A0/2K. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്? ബേസിക്കലി എന്താണ്? 1/2K ആണ് അല്ലേ. സ്ലോപ്പ് ഇസ് 1/2K. അപ്പോൾ 1/2Kയുടെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് 1. ഓക്കെ, സ്ലോപ്പിൻ്റെ വാല്യൂ ആണ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കെയുടെ വാല്യൂ എന്തായിരിക്കും? വിച്ച് റെപ്രസെൻറ്റ് കെയുടെ വാല്യൂ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ, സിമ്പിൾ പ്രോബ്ലം ആണ്. ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഫോർ എ ഗിവൺ സീറോ ഓർഡർ റിയാക്ഷൻ A to B, റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ത് തന്നിട്ടുണ്ട്? 0.95 mol/L/s ആണ്. 0.95 mol/L/s ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ ആഫ്റ്റർ 10 minutes എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ടൈം തന്നിരിക്കുന്നത് കൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമുക്കൊരു റിലേഷൻ അറിയാമല്ലോ. റേറ്റ് ഓഫ് റിയാക്ഷൻ = K ആണ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. അതായത് റേറ്റ് കോൺസ്റ്റൻറ്റിന് ഈക്വൽ ആണ്, കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ എന്താണ്? കെൻ്റെ വാല്യൂ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 0.95 ആണെന്ന്. അപ്പോൾ കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0.95 mol/L/s ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സീറോ ഓർഡർ റിയാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നമുക്ക് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. കുറച്ച് എക്സ്റ്റെൻസീവ് ആയിട്ട് തന്നെ നമുക്ക് കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.